വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിന് ശേഷം കേരളം ഏപ്രിൽ 26-ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ വിധിയെഴുത്ത് ഭരണകക്ഷിയായ LDF-നും പ്രതിപക്ഷമായ UDF-നും കേന്ദ്രം ഭരിക്കുന്ന NDA-ക്കും ഇത്തവണ നിർണായകം തന്നെയാണ്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 19 സീറ്റുകൾ സമ്മാനിക്കുകയും LDF-നെ ഒന്നിലൊതുക്കുകയും NDA-യെ നിരാശപ്പെടുത്തുകയും ചെയ്ത കേരളത്തിന്റെ ഇപ്പോഴത്തെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വോട്ട് ചെയ്ത് കാത്തിരിക്കേണ്ടതുണ്ട്. 38 ദിവസങ്ങൾ. ഫലപ്രഖ്യാപനം ജൂൺ 4-ന് നടക്കും. കേരളത്തിൽ എത്ര സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്? വോട്ടർമാർ എത്ര പേർ? എത്ര പോളിംഗ് ബൂത്തുകൾ? ഇക്കാര്യം വിശദമായി നമുക്കറിയാം. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. അതിൽ 25 പേർ സ്ത്രീകളാണ്. പുരുഷന്മാർ 169 പേരും. കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളുള്ളത്, 14 പേർ. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത് ആലത്തൂരിലും, 5 പേർ. കോഴിക്കോട് 13ഉം കൊല്ലത്തും കണ്ണൂരും 12 വീതവും സ്ഥാനാർത്ഥികളുണ്ട്. സംസ്ഥാനത്താകെ വോട്ടർമാരുടെ എണ്ണം 2,77,49,159 പേരാണ്. അതിൽ 6,49,833 പേർ പുതിയ വോട്ടർമാരുമാണ്. സ്ത്രീ വോട്ടർമാരിൽ 3,36,770 പേരുടെയും പുരുഷ വോട്ടർമാരിൽ 3,13,005 പേരുടെയും വർധനയുണ്ട്. എന്നാൽ മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും സ്വന്തം വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിന് ഒരുക്കിയിട്ടുള്ള വീട്ടിൽ വോട്ട് പ്രക്രിയയ്ക്ക് അപേക്ഷിച്ചവരിൽ 81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 1,42,799 പേർ വീട്ടിൽ വോട്ട് ചെയ്തു കഴിഞ്ഞു. 85 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള 1,22,085 പേരും ഭിന്നശേഷിക്കാരായ 40,514 പേരും ഇതിൽപ്പെടുന്നു. പോലീസ്, മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, പോളിംഗ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുക. തെരഞ്ഞെടുപ്പ് സംഘത്തിന്റെ സന്ദർശനം സംബന്ധിച്ച വിവരം സ്ഥാനാർത്ഥികളുടെയോ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെയോ മുൻകൂട്ടി അറിയിക്കും. വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റുകൾ സ്റ്റീൽ ചെയ്ത മെറ്റൽ ബോക്സുകളിൽ ശേഖരിക്കുകയും പിന്നീട് സുരക്ഷിതമായി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന്റെ രഹസ്യ സ്വഭാവം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടുവരുന്നത്. വീട്ടിൽ വോട്ട് ചെയ്യുന്നവരുടെ വിവരങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിനു വേണ്ടി NIC തയ്യാറാക്കിയിട്ടുള്ള അവകാശം പോർട്ടലിലൂടെ അപ്പോൾ ലഭ്യമാകുകയും നിരീക്ഷിക്കുകയും ചെയ്യാൻ കഴിയും. സംസ്ഥാനത്താകമാനം മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിന് കൃത്യതയോടെയും ആത്മാർത്ഥതയോടെയുമുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിലെ വോട്ടറായ 111 വയസ്സുള്ള C. കുപ്പച്ചിയമ്മ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയത് ഏറെ കൗതുകമായി. കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ നേരിട്ട് വീട്ടിലെത്തി ഇവരെ അഭിനന്ദിക്കുകയായിരുന്നു. കിടപ്പ് രോഗിയായ ശിവലിംഗത്തിന് വോട്ട് ചെയ്യുന്നതിന് മാത്രമായി 18 കിലോമീറ്റർ വനമേഖലയിലൂടെ ഉദ്യോഗസ്ഥർ കാൽനടയായി യാത്ര ചെയ്തത് സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി നൂറനടിയിലാണ് ഉദ്യോഗസ്ഥർ പ്രതിബന്ധങ്ങൾ താണ്ടിയെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയും സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ട് വീട്ടിൽ വോട്ട് പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലായി 27,231 പോളിംഗ് ബൂത്തുകളാണുള്ളത്. അതിൽ ബൂത്തുകൾ 25,177ഉം ഉപബൂത്തുകൾ 54ഉമാണുള്ളത്. ഇവിടങ്ങളിൽ 30,238 ബാലറ്റ് യൂണിറ്റുകളും 30,238 കൺട്രോൾ യൂണിറ്റുകളും 32,698 വിവിപാറ്റ് യന്ത്രങ്ങളുമാണ് ഉപയോഗിക്കുക. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും തത്സമയ നിരീക്ഷണ സംവിധാനമാണ് വെബ്കാസ്റ്റ് നടത്തുന്നത്. ബാക്കി 6 ജില്ലകളിൽ 75% ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കും. ഈ ജില്ലകളിലെ മുഴുവൻ പ്രശ്നബാധിത ബൂത്തുകളിലും തത്സമയ നിരീക്ഷണത്തിലായിരിക്കും.